വൃത്തികെട്ട മരണത്തിൽ നിന്നും ഖൊമേനിയെ രക്ഷിച്ചത് ഞാനാണ്. 3 ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടും ഖൊമേനി ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിഷ്പ്രയാസം എത്താൻ സാധിച്ചിട്ടും ഞാൻ അതിന് തുനിഞ്ഞില്ല. ഞാൻ ദാനമായി നൽകിയതാണ് ഖൊമേനിയുടെ ജീവിതം. വീണ്ടും ഇപ്പോൾ ഖൊമേനിയെ പരിഹസിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, സംഘർഷത്തിൽ വിജയിച്ചത് ഇറാനാണ് എന്ന അവകാശവാദത്തെയും അദ്ദേഹം പരിഹസിച്ചു. അതായത് ഇറാനെതിരെ ഭാവിയിൽ ആക്രമണം നടത്തരുതെന്ന് അയത്തുള്ള അലി ഖൊമേനി യുഎസിന് നൽകിയ ചൂടേറിയ മുന്നറിയിപ്പിനെയും ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്ന അവകാശവാദത്തെയുമാണ് ഇപ്പോൾ അദ്ദേഹം കണക്കിന് പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. 12 ദിവസത്തെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കും 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബ് ആക്രമണത്തിനും ശേഷം ഖൊമേനിയുടെ പരാമർശങ്ങൾ യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ മത നേതാവിന് യോജിച്ചതല്ല മിസ്റ്റർ ഖൊമേനിയുടെ പരാമർശങ്ങളെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. നോക്കൂ, നിങ്ങൾ വലിയ വിശ്വാസമുള്ള ആളാണ്. സ്വന്തം രാജ്യത്ത് വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ സത്യം അറിയണം. നിങ്ങൾക്ക് അടി കിട്ടിയെന്ന് ട്രംപ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ രാജ്യം നശിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ 3 ദുഷ്ട ആണവ കേന്ദ്രങ്ങളും നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഇസ്രയേലിനെയോ US ആയുധ സേനയോ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വൃത്തികെട്ടതും അപമാനകരവുമായ ഒരു മരണത്തിൽ നിന്നാണ് ഞാൻ അയാളെ രക്ഷിച്ചത്. എന്നോടാണ് നന്ദി പറയേണ്ടതെന്നും പ്രസിഡന്റ് ട്രംപ് പറയുന്നു. മാത്രമല്ല, നന്ദി പറയേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് കുറിച്ചിരിക്കുന്നതും. അദ്ദേഹം എവിടെയാണെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നുവെന്നും പക്ഷേ അദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതിയില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതേസമയം ഖൊമേനിയെ വധിക്കുന്നതിൽ തങ്ങൾക്ക് ആരുടെയും ഒത്താശ ആവശ്യമില്ലായിരുന്നു എന്നതാണ് ഇസ്രയേൽ ക്യാറ്റ്സ് അടക്കം വ്യക്തമാക്കിയതും. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷ സമയത്ത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. യുദ്ധം അവസാനിക്കുന്നതിന് 12-ാം നാൾ അതിനുള്ള വ്യക്തമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി വല വിരിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ അത് യാഥാർത്ഥ്യമായില്ല എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഖൊമേനി അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആഴത്തിലേക്ക് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. യുദ്ധത്തിലുടനീളം ഇസ്രയേൽ ഖൊമേനിയെ സജീവമായി തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് തിരഞ്ഞുവെന്നും മറിച്ച് ഇറാന്റെ നേതൃത്വത്തെ അസ്ഥിരപ്പെടുത്തുകയും സംഘർഷത്തിനിടയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ഇസ്രയേൽ ക്യാറ്റ്സ് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഖൊമേനിയെ ലക്ഷ്യമിടാൻ ഇത്രമേൽ USന്റെ അനുമതി തേടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അതിനുത്തരമായി കാര്യങ്ങൾക്ക് ഞങ്ങൾ അനുമതി ആവശ്യമില്ല എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. സംഘർഷത്തിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖൊമേനിയും ജീവന് ഭീഷണി മുഴക്കിയിരുന്നുവെന്നും ജൂൺ 17-ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്നയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാം. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ പോകുന്നില്ല, മറിച്ച് കൊല്ലാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കിയാണ് അവർ രംഗത്ത് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.